ദൈവസഭ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ദൈവസഭ മറക്കരുത്, കർത്താവിൻ്റെ വരവ് വരെ, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്നത് വരെ 4 വിധ പൈശാചിക സാന്നിധ്യങ്ങളെ ഫൈറ്റ് ചെയ്ത് വേണം നാം ആത്മാവിൽ മുമ്പോട്ട് പോകാൻ. 1 വാഴ്ച, 2 അധികാരം, 3 സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ, 4 അന്ധകാരത്തിൻ്റെ ലോകാധിപതി ശക്തി. ഈ 4 വിധ പൈശാചിക സാന്നിധ്യങ്ങളെ ഫൈറ്റ് ചെയ്ത് നാം മുമ്പോട്ട് പോകാൻ പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഒടുവിൽ അതിനകത്ത് തന്നെ വലിയ അർത്ഥമുണ്ട്. വ്യക്തിപരമായും കുടുംബജീവിതപരമായും മാതാക്കളും പിതാക്കളും മക്കളും മാതാപിതാക്കളും തമ്മിലും സമൂഹത്തിൽ യജമാനും ദാസനും തമ്മിലും ഇങ്ങനെ ഒത്തിരി ക്രമീകരണങ്ങൾ വന്ന ശേഷം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിന്നെ സർവായുധവർഗം എടുത്തു നിൽക്കുക, പിശാചിനോട് ഫൈറ്റ് ചെയ്യുക. ദൈവസഭ മറക്കരുത്, ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ നമുക്ക് പിശാചിനെ ജയിക്കാൻ കഴിയത്തില്ല. ഏത് പോരാട്ടത്തിൻ്റെയും പിൻപിൽ ഒരു ക്രമീകരണമായ ചട്ടപ്രകാരമുള്ള ഒരു മുന്നേറ്റം ആവശ്യമാണ്. അതുകൊണ്ട് ഈ 2025 ചട്ടപ്രകാരം നീ മുന്നേറുന്നുവെങ്കിൽ പിശാചിനെ ജയിച്ച് നിങ്ങൾക്ക് ആത്മാവിൽ മുമ്പോട്ട് പോകാൻ സ്വർഗം തന്നെ അഭിഷേകം ചെയ്യും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണടച്ചാട്ടെ. ഘോരബ സന്ധര റീബൽ ഖമാന റംസ പ്രബനഘടക. ഇപ്പോൾ തന്നെ അങ്ങനെ ആത്മാവിൽ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ഒരു ദൈവകൃപ നിങ്ങൾ ഇരിക്കുന്നിടത്ത് സ്വർഗം നിങ്ങളുടെ മേൽ പകരുകയാ. റാംസ പ്രബന യേശുവിൻ നാമത്തിൽ സംഭവിക്കുകയാ.